എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സമയം രാവിലെ 4:05 ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോയത്. ഒരു 4:45 ഉള്ളിൽ 4:35 ഒക്കെ ആകുമ്പോൾ നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമാണ്. കാരണം ഒരു 15 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, അമ്മ ബോംബെയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അന്ന്. അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ 15 ദിവസമായി. അതിനുശേഷം അമ്മ തിരിച്ചു വരികയാണ്. ഇന്നലെ രാവിലെ ഒരു 10 മണിയെല്ലാം ആകുമ്പം അവിടുന്ന് ട്രെയിൻ കയറി. ഇന്ന് പുലർച്ചെ 5 മണിയാകുമ്പം കണ്ണൂർ എത്തും ട്രെയിൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 4 മണി കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോയ ഉടനെ തന്നെ നമ്മൾ വട മേടിച്ച് കഴിച്ചു കേട്ടോ. നിച്ചുട്ടിക്കും നല്ല വിശപ്പുണ്ടാവും. നിച്ചുട്ടി കോൾഡെല്ലാം പിടിച്ചുകൊണ്ട് തലേ ദിവസം ഛർദ്ദിക്കുമെല്ലാം ചെയ്തു ഫുഡെല്ലാം കഴിച്ചിട്ട്. അതുകൊണ്ട് നല്ല വിശപ്പുണ്ടാവുമായിരിക്കും. അപ്പോൾ ഏതായാലും സ്റ്റേഷനിലത്തെ വടക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ, അതുകൊണ്ട് വട കഴിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് ഇഷ്ടമാണോ സ്റ്റേഷനിലത്തെ വട? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അച്ഛന് ഇതാ ഇങ്ങനെ ആകാംക്ഷയോട് ഓടി നടക്കുകയെന്ന് കേട്ടോ. അച്ഛനും കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായിട്ട് അമ്മേനെ ഒരു 15 ദിവസത്തേക്ക് കാണാണ്ടിരിക്കുന്ന ആദ്യമായിട്ടാണ്. അങ്ങനെ അമ്മേൻ്റെ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് വന്നു. 3rd പ്ലാറ്റ്ഫോമിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ ഒരു ട്രെയിൻ ഇല്ലോണ്ട് 2nd പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റി. അപ്പോൾ അവിടത്തേക്കാണ് വരുന്നത്. നിച്ചും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എപ്പം വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്യുമല്ലോ എപ്പം. അപ്പോൾ വിളിച്ചിട്ട് അമ്മമ്മ ഗോംബേക്കാരി എന്നാണ് പറയുക. ഗോംബെ എന്നാണ് നിച്ചു പറയൽ. ഗോംബേക്കാരി എപ്പോൾ വരുന്നത്, എന്താ വരുന്നില്ലേ, എന്നെ കാണണ്ടേ എന്നെല്ലാം ചോദിക്കും. അതുകൊണ്ട് തലേ ദിവസം ഉറങ്ങിയിട്ടില്ല. രാത്രി 10 മണി മുതലേ ഉണ്ട്. നമുക്ക് പോകണ്ടേ, പൊലച്ചക്ക് പോകണ്ടേ, ഉറങ്ങൊന്നും വേണ്ട, നമുക്ക് വേഗം പോകാമെന്ന് പറഞ്ഞിട്ട് ഉറങ്ങാണ്ട് നിൽക്കുന്ന ഉണ്ടായത്. അതുകൊണ്ട് ഇങ്ങനെ ഡ്രസ്സെല്ലാം ചെയ്യിപ്പിച്ചിട്ട് തന്നെ കിടത്തിയതാണ്. അങ്ങനെ ഇതാ അമ്മേൻ്റെ ട്രെയിൻ എത്തിയിരിക്കുന്നു. രാവിലെ ഈ ഒരു സമയമായതുകൊണ്ട് സ്റ്റേഷനിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല. ട്രെയിൻ വരുമ്പോൾ ആ ഒരു സമയത്തൊരു തിരക്കുണ്ട് എന്നല്ലാണ്ട് വലിയ റഷൊന്നും ഉണ്ടായിട്ടില്ല. ഈ ഒരു സമയത്തെല്ലാം സ്റ്റേഷനിൽ പോയിരിക്കാൻ നല്ല സുഖമല്ലേ. പിന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് സമയം പോയത് അറിഞ്ഞിട്ടില്ല. കറക്റ്റ് സമയത്ത് തന്നെ ട്രെയിൻ വരികയും ചെയ്തു കേട്ടോ. ഡിലേ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാം കുറച്ച് ഡിലേ ആയിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിനി. പക്ഷേ അത് പിന്നെ ഓടിപ്പിടിക്കുമല്ലോ. തലേ ദിവസം എല്ലാം 1 മണിക്കൂറെല്ലാം ഡിലേ ആയിട്ടാണ് ഉണ്ടായത്. പിന്നെ ലോങ് ട്രെയിൻ ആകുമ്പോൾ അത് ഓടി അങ്ങ് പിടിക്കുമല്ലോ. അതുകൊണ്ട് അപ്പോൾ നിച്ചു ട്രെയിൻ വരുമ്പോഴേ ഓർത്തു അമ്മമ്മ എന്താ ഇറങ്ങാത്തതെന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിനി. അപ്പം അമ്മേൻ്റെ കമ്പാർട്ട്മെൻറ്റ് വരുന്നതേ ഉള്ളൂ. നമ്മൾ കുറച്ച് മുന്നോട്ടേക്കാണ് ഇരുന്നിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ കുറച്ച് ബാക്കോട്ടേക്ക് ഓടേണ്ടി വന്നു അമ്മേനെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ട്രെയിൻ നിർത്താറായപ്പോൾ ഓടി അമ്മേൻ്റെ അടുത്ത് എത്തി. അമ്മക്കാണെങ്കിൽ ഒന്നും തിരിയാത്ത അവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ നിച്ചുവിനെ വാരി എടുക്കണമെന്നുണ്ട്. പക്ഷേ ട്രെയിനിൽ ഇത്രയും ദൂരം അങ്ങനെ വന്നതുകൊണ്ട് നേരെ എടുക്കാനും ഒരു പേടിയുണ്ട്. അതുകൊണ്ട് ഒരു വല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായത്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായി വന്നിട്ട് നമ്മളിങ്ങനെ പറയാം, അമ്മ കുറച്ച് മെലിഞ്ഞു പോയി, മാറിപ്പോയി എന്നല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഉണ്ടായത്. എന്തായാലും ഫുൾ ജേണിയിൽ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് വരാൻ പറ്റി. പിന്നെ ട്രെയിൻ ജേണിയിൽ ഇവരെ കുറേ ആൾ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അങ്ങോട്ട് പോകുമ്പോൾ 2 ആൾക്കാരുണ്ടായിരുന്നു. ഇവരെ ലഗേജ് എല്ലാം താഴെ ഇറക്കി കൊടുക്കാനെല്ലാം അവർ 2 മലയാളീസ് തന്നെ ആയിരുന്നു പോലും ഹെൽപ്പ് ചെയ്തു. അതുപോലെ ഇങ്ങോട്ട് വരുമ്പം കുറച്ച് ഹിന്ദിക്കാരുണ്ടായിരുന്നു. അവരാണ് ഹെൽപ്പ് ചെയ്തത് ലഗേജ് എല്ലാം താഴെ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട്. സന്തോഷം. വെൽക്കം ടു ഊട്ടി. നൈസ് ടു മീറ്റ് യു. താങ്ക് യു. അടിപൊളി ട്രിപ്പ് എല്ലാം എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു മോളെ. ഒരു ദൈവം സഹായിച്ചിട്ട് ഭയങ്കര തണുപ്പാണ്. നാസിക്കിൽ ഒന്നും ഒരു ഏരിയയിലും ഉണ്ടായിട്ടില്ല. മാക്സിമം നമ്മൾ കറങ്ങിയ മാക്സിമം സ്ഥലം മോൻ കാണിച്ചു തന്നിന്. ബാക്കി വിശേഷം വീട്ടിലെത്തിയിട്ട് നമ്മൾ പറയാം. ചായ കുടിക്കേ. മെലിഞ്ഞിട്ടവളെ മെലിഞ്ഞമ്മ. പക്ഷെ വെയിറ്റ് എന്നെ കണ്ണ എന്റെ മുത്തിന് എടുക്കാൻ കഴിയില്ല ബാവേ. ഈശ്വര ഒന്നുമില്ല പ്രിയ. ബാവക്ക് വേണ്ടേ കടി? ട്രെയിൻ വന്ന് എല്ലാവരും ഇറങ്ങി, ട്രെയിൻ പോയി, ബാക്കി എല്ലാ ആൾക്കാരും തിരിച്ചു പോയേ. എന്നിട്ട് നമ്മൾ അവിടെ തന്നെ കുറേ നേരം ഇരുന്നു എല്ലാവരും കൂടെ വർത്താനെല്ലാം പറഞ്ഞിട്ട്. എന്നിട്ട് അടുത്ത് തുടക്കുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു, ഏത് ട്രെയിനാണ് പോകണ്ടേ ചോദിക്കുക. നമ്മൾ നല്ല പോകണ്ടേ അല്ല, ഇപ്പോൾ വന്നതാണ്. അപ്പോൾ നമുക്ക് അയ്യോ പോകണ്ടേന്ന് ഓർത്തത്. ആ ഒരു എക്സൈറ്റ്മെന്റിൽ അവിടെ തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞു പോയി എല്ലാവരും കൂടി. അങ്ങനെ നമ്മള് പ്രേമക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട്. പ്രേമക്കുട്ടി എത്തി. നമ്മള് വേഗം വീട്ടിലെത്തട്ടെ എന്നിട്ട് കാണാം. എന്റെ അബ്ബോ. അപ്പൊ നമ്മള് സ്റ്റേഷനിൽ നിന്ന് വീട്ടിലെത്തി. റെസ്റ്റ് എല്ലാം കഴിഞ്ഞ് സമയം 11:30 അമ്മ ഓക്കെ ആയ? കുറച്ച് ക്ഷീണമെല്ലാം മാറ്റണ്ട? വീട്ടിൽ നിന്ന് വന്ന ഉടനെ ഇഡലിയെല്ലാം കഴിച്ച്, ഇഡലിയും ചട്നിയെല്ലാം കഴിച്ച്
കുറച്ചേരം ഉറങ്ങുമല്ല ചെയ്ത്. നിച്ചുട്ടി ഉറങ്ങി എണീറ്റ്. നിച്ചുട്ടിക്ക് കറക്റ്റ് അമ്മമ്മ വരുമ്പോഴേക്ക് കോൾഡ് പിടിച്ച്. നമ്മള് പിന്നെ ഞാൻ തെയ്യത്തിനെല്ലാം പോയിട്ടുണ്ടായിട്ടേ. അപ്പൊ അവിടുന്ന് പൊടിയും പിന്നെ ഐസ്ക്രീം കഴിച്ചിന് എല്ലാം കൂടെ വെയിലും അല്ലല്ലേ. ഇതെന്താ നിച്ചു? മാലയാ? അമ്മമ്മ എന്തെല്ലോ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ബോംബെ പെട്ടി പൊട്ടിക്കാം. ദുബായ് പെട്ടി പൊട്ടിക്കാന്ന് പറയുന്ന പോലെ ബോംബെ പെട്ടി പൊട്ടിച്ചെല്ലാം ആദ്യം കാണിച്ചു കൊടുത്തേ. ഇതാ കയ്യിലെന്താ? വാച്ച് കാണിച്ചു കൊടുക്ക ആദ്യം. ഒരു ഓറഞ്ച് കളർ വാച്ച് ഉണ്ട്. പിന്നെന്താ വെച്ചുട്ടാ? പുഴുണ്ടാ? പുഴുണ്ട്. ഒന്ന് മാളിച്ചു വെച്ചിക്കാന്നേ. പിന്നെ ഇതെന്നാ? ഹെയർ ബാൻഡ് ഉണ്ട്. പിന്നെ ഇതാ ബട്ടർഫ്ലൈ ക്ലിപ്പ് ഉണ്ട്. ബട്ടർഫ്ലൈ ക്ലിപ്പ് അല്ലേ? പിന്നെ ഇതാ കൊറേ ടിക് ടിക് ക്ലിപ്സ് ഉണ്ട് അല്ലേ ചുട്ടാ? കൊറേ ഉണ്ടല്ലേ. പിന്നെ ഇതാ ഒരു മാലയുണ്ട്. പൊന്നോട്ടന്. പിന്നെ 2 ഹെയർ ബാൻഡ് ഉണ്ട്. അത് 2 ഉണ്ട്. രണ്ട് ഹെയർ ബാൻഡാ അത്. ഇച്ചു മാളി ചേച്ചിക്കല്ലേ? അപ്പൊ ഇത്രയും നിച്ചുനല്ലേ? നിച്ചുവിന്റെ കഴുത്തിലൊരു മാലയുണ്ട്. ഒരു കരിമണി മാല. അതായത് 2 കരിമണി മാല അമ്മ ഇങ്ങനെയാ മേടിച്ചതാ അമ്പലത്തിന്റെ അടുത്തുനിന്ന്. കഴിഞ്ഞിട്ടില്ല. നിച്ചുവിന് ഇതൊരു പ്ലേറ്റും പിന്നെ ഒരു വാട്ടർ ബോട്ടിൽ ഫ്ലാസ്കും. പ്ലേറ്റ് ഓൾറെഡി ഉദ്ഘാടനം കഴിഞ്ഞേ. അതിൽ ഇഡലി കഴിച്ച്. ഇതാ ഒരു ഫ്ലാസ്കും ഉണ്ട് നിച്ചുട്ടിക്ക്. എന്തല്ല അത് നിച്ചുവിന് അടിപൊളി നിച്ചു. ഏതോ മൂഡിലാണ്. പിന്നെ എന്തെല്ലാം അമ്മ കാണിച്ചു കൊടുത്തോ? ബാഗ് ഇതാ. ബാഗ് കാണിച്ചോ? നല്ലുണ്ടല്ലേ? ബോംബെ ബാഗ്. ബോംബെ അവിടെ എല്ലാം ഇത് നമ്മൾ എടുക്കുന്നത്. ലോക്കൽ ട്രെയിനിൽ പോകുന്നവരെല്ലാം സാധനം എടുത്തിട്ടേ. അപ്പൊ ഞാൻ വെച്ചത് നമുക്കിങ്ങനെ എടുക്കാമല്ലോ തുണികളെല്ലാം. അങ്ങനെ 3 മൂന്നാക്ക് നോട്ട് മേടിച്ചാണിത്. 3 മേടിച്ചു. പിന്നെ അവര് നമ്മളെ തുണിയിട്ട് തന്നത്. അതെല്ലാം ബാഗ് ഉണ്ട് അവിടെ ഷോറൂമിലെ. നല്ലുണ്ട്. കോട്ടൺ തുണിയെല്ലാം ഇട്ട് തന്നെ. പിന്നെ ഷോപ്പ് തുണി എടുത്തപ്പം കിട്ടിയ ബാഗാണ് ഇത്. അതുകൊണ്ട് നമുക്ക് വേറെ ബാഗ് മേടിക്കേണ്ടി വന്നില്ല. പിന്നെ ഷോക്കേസിൽ വെക്കുന്ന കുറച്ച് ഐറ്റംസ് മേടിച്ചു. നമ്മ ഹാജി അലി പള്ളിയിൽ പോയപ്പോ ഇതാ ഇങ്ങനെ ഷോക്കേസിൽ വെക്കുന്ന സാധനങ്ങൾ നല്ലുണ്ട്. ഒരു ഫോട്ടോ, 2 ഹാങ്ങിങ്. പിന്നെ ഇത് ശിവന്റെ അമ്പലത്തിൽ പോയപ്പോ അല്ല ത്രയംബക ക്ഷേത്രത്തിൽ പോയപ്പം ശിവന്റെ ഒരു ഇത് മേടിച്ചത്. പിന്നെ ഇതെല്ലാം മറ്റേ കാർഡ്സ് എല്ലാം വെക്കുന്ന പേഴ്സ്. അപ്പൊ അങ്ങനെ കുറച്ച് പള്ളി സമുദ്രത്തിന്റെ ഉള്ളിൽ സമുദ്രത്തിന്റെ ഉള്ളിൽ കിടക്കുന്നതാണ് ആ പള്ളി. അത് കാണുന്നില്ലേ? എന്ത് തിരക്കാന്നറിയാം. നല്ല തീർത്ഥാടന കേന്ദ്രമാണ്. ബെസ്റ്റ് ആയിട്ട് അവിടുത്തെ എന്താ കടലിന്റെ ഉള്ളിൽ. ബോംബെ വിശേഷങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടാ. വീഡിയോ വരുന്നുണ്ട്. ബോംബെ യാത്രേന്റെ വ്ളോഗെല്ലാം. അത് നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇപ്പം ജസ്റ്റ് സാധനങ്ങളെല്ലാം ഒന്ന് കാണിച്ചു തരാം ഓടിച്ചിട്ട്. വന്ന ദിവസത്തെ ബോംബെ പെട്ടി. ഇവരവിടുന്ന് ഫോട്ടോ എടുപ്പിച്ചതാന്നേ. ഇതുണ്ടാ ഇവരെ ടീം. ഇത് ഒരു ദിവസം ട്രിപ്പ് പോയത്. അമ്മയും വല്യമ്മയും. ഇതാ വല്യമ്മയുടെ മോൻ. ഇത് മോൻ്റെ ഫ്രണ്ടാണ്. ഇതും ഫ്രണ്ടിൻ്റെ വൈഫ്. ഇങ്ങനെ. പിന്നെ ഇതാണ് വല്യമ്മേൻ്റെ മോൻ്റെ ഫാമിലി. വല്യമ്മ, അമ്മ, രാകേഷ് ഏട്ടൻ, ഹരിത, വാവ, ഋതിക വാവ. ഇതാണ് ഫാമിലി. ഇവരുടെ അടുത്തേക്കാണ് അമ്മ പോയത്. നമ്മൾ സാധനങ്ങളെല്ലാം കാണുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മേൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടേ. അമ്മേൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്, ബെസ്റ്റ് ഫ്രണ്ടാണ്. എപ്പോഴും അമ്മ പറയുന്ന ഒരു ആൻറ്റി. അപ്പോൾ ആൻറ്റി അമ്മയും ജോറ് വർത്താനം. ഇപ്പോൾ ഉച്ച 1:30 വന്നപ്പോൾ തുടങ്ങിയ വർത്താനം ഇതാ. അവർ പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം ആൻറ്റീന. ഇതാരമ്മ? എന്റെ ഡിയറസ്റ്റ് ബാല്യകാല സഖി പ്രേമജ. കളിക്കൂട്ട മോറായില് നമ്മള് 8ാം ക്ലാസ് തൊട്ടിട്ട് നമ്മൾ ഒന്നിച്ചിട്ട് ഒരേ ക്ലാസ്സിൽ. കറക്റ്റ് അമ്മ ഇന്ന് അത്യാവശ്യം തന്നെ ആന്റി വന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഇന്നലെ ആണെങ്കിൽ നമുക്ക് ഡെസ്പായി പോകാൻ കാണാൻ പറ്റൂല. ഹായ് പറ ആന്റി. ഹായ്. ആന്റി അടിപൊളി ഡാൻസ് എല്ലാന്നേ. ആന്റി സ്റ്റേജിൽ കളിച്ച ഡാൻസ് എല്ലാം കാണിച്ചു തന്നു. അടിപൊളിയാന്ന് അല്ല ഈച്ചോട്ടി? അമ്മമ്മ കളിച്ച ഡാൻസ് ഈച്ചോട്ടി? അടിപൊളി. ഇവര് പഴയകാല ഓർമ്മകളെല്ലാം അയവിറക്കിയാണ് ഇവിടുന്ന്. അമ്മേന്റെ ക്ഷീണെല്ലാം പോയി. ബോംബെന്ന് വന്ന ക്ഷീണമൊന്നുമില്ല അമ്മക്ക്.
ഞാന് സെൻട്രൽ സ്കൂൾ പഠിക്കുന്ന സമയം നീ കാക്കയങ്ങാടാണ്. അപ്പൊ വന്നാലും നീ കുറച്ച് ദിവസം നിൽക്കാൻ വന്നാൽ കാക്കയങ്ങാട് വിശേഷം പറയും. അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോ ഒരുമിച്ചിട്ട് അങ്ങനെ നമ്മള് ഹൈസ്കൂളിൽ നമ്മള് ബോയ്സ് അല്ല. അപ്പൊ നമ്മള് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നത് ഇത് രാത്രി 7 മണിയാകുമ്പോ. എന്നിട്ട് അമ്മേന്റെ ഫ്രണ്ട് വന്നത് കണ്ടില്ലേ? അപ്പൊ ആന്റി വൈകുന്നേരമാണ് പോയത്. അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ വെച്ചിട്ട് അങ്ങനെ പെൻഡിങ് ആയി. രാത്രി 7 മണിയാകുമ്പോൾ ഏതായാലും അമ്മ ഏട്ടന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഏതായാലും എന്റെ വീഡിയോയും കൂടെ ആ കൂട്ടത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം കേട്ടാ. സാരികൾ എടുത്തിട്ടുണ്ടേ, അമ്മക്കും എനക്കും തക്കടൂനും വേണ്ടിയിട്ട്. ഇതെല്ലാം അമ്മക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരി. അതിന്റെ ബ്ലൗസ് നല്ലുണ്ടല്ലോ മേ? അത് ഇട്ട് കഴിയുമ്പോ നല്ല രസമുണ്ട്. അല്ല, ആ ബ്ലൗസ് പീസ് കാണാൻ നല്ലുണ്ട്. ഒരു ഷൈനിങ് തുണി ആയതുകൊണ്ട്. മോൾക്ക് ഓർമ്മയില്ല, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു സ്കെയിലില്ലേ, ഇങ്ങനെ കളറ് ഡബിൾ ഷെയ്ഡിലാവുന്ന അല്ലേ? അതേപോലത്തെ കണ്ട രസമുണ്ടല്ലേ? അത് കാണാൻ രസമുണ്ട്. ആ ബ്ലൂ നല്ല മാച്ച് ഉണ്ട് അതിന്. ഇതങ്ങനെ വലിയ പൈസ ഉണ്ടോന്നല്ലേ ഇവിടെ? ഇത് നോർമൽ ഒരു പൈസ റേഞ്ച് ആണ്, നോർമൽ റേഞ്ച്. ആടെ ഇഷ്ടം പോലെ സാരിയെല്ലാം കിട്ടും ചെറിയ പൈസക്ക്. ബോംബെയില് ആടുന്നാന്നല്ല നമ്മൾ ഇങ്ങോട്ടേക്കെല്ലാം വരുന്നുണ്ടല്ലോ ഇഷ്ടം പോലെ. നാസിക്കുന്നാണ് ഇതൊക്കെ കൂടെ, നാസിക്കുന്നാണ് പോലെ അങ്ങോട്ടേക്കെല്ലാം കയറ്റി പോകുന്നത്. അതെ, ഹോൾസെയിലിന്റെ ഷോറൂം നമ്മളെ നാട്ടിലേക്കെല്ലാം ഇഷ്ടം പോലെ വലിച്ചിട്ടിട്ടുണ്ട് ഇങ്ങനെ സാരികൾ. എത്രയാണെന്നറിയാം. നമുക്ക് സമയം ഉണ്ടായിട്ടില്ല മോളെ. രാത്രി കറങ്ങി വന്നിട്ടാണ് അത് നോക്കിയപ്പോ സമയം ഉണ്ടായിട്ടില്ല. അടുത്തത് ഓർഡർ പറയട്ടെ. സാരി തന്നെ എടുക്കാം. ഇത് തത്തപ്പച്ച സാരി നല്ലുണ്ട്, നല്ല കളറാണ് തത്തപ്പച്ച. അതിലുള്ള പോലെ രാത്രി ആയതുകൊണ്ട് കളറിന് ചെറിയ മാറ്റം ഉണ്ടാവും. നല്ലുണ്ട്, നല്ല കളറാ അത്. നല്ല ഭംഗിയിലാണ്, അതുകൊണ്ട് ഇതിന്റെ ഭംഗി അനുസരിച്ച് ഞാൻ വാങ്ങിച്ചത്. ഈ ഒരു സാരി പച്ച കളർ തത്തപ്പച്ച. പിന്നെ അത് അമ്മേന്റെ കയ്യിലതൊന്ന് ഇതൊരു ഓർഗാൻസ പോലത്തെ ഒരു മെറ്റീരിയല്. പക്ഷെ രസമുണ്ട് കാണാൻ. നല്ല ബോർഡറെല്ലാം നല്ലുണ്ട്, എംബ്രോയിഡറി ബോർഡർ ആയിട്ട്. ഇത് അമ്മ ഇപ്രാവശ്യം അടുത്തതിൽ കൊറേ ഒരു പച്ച ഷെയ്ഡ് കൊറേ വന്നിട്ടുണ്ട്, പച്ചമയം. പിന്നെ ഇതാ ഈ ഒരു സാരി ഓറഞ്ച്, നല്ല ഓറഞ്ചും പച്ചയും. ഇതാ ബ്ലൗസ് ഇങ്ങനെ പ്രിന്റ് വരുന്ന നല്ലുണ്ട്, നല്ല കട്ടി ഓറഞ്ച് കളറിലുള്ള ഒരു സാരി. പിന്നെ ഒരു പിങ്ക്, നല്ലൊരു പിങ്ക്, ബേബി പിങ്ക് പോലത്തെ അമ്മേന്റെ ഫേവറേറ്റ് ഇതിൽ വരുന്ന പിങ്ക് ആണ്. പക്ഷെ ഇതിൽ കാണുമ്പോ വേറെ ഒരു കളർ, കുങ്കുമ കളർ പോലത്തെ ഒരു പിങ്ക് സാരി. അപ്പൊ ഇത്രയും 4-5 സാരി അല്ലേ? 5 സാരി. അമ്മ 2 എനക്കും 2 തക്കടോനും 1 അമ്മക്കും 1 ഒറ്റ എടുത്തേ. എന്റേത് പിന്നെ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഇട്ടിട്ട് ബാക്കി പിന്നെ അമ്മേനെ എടുക്കും. ഞാൻ പുറത്തു പോകുമ്പോ അധികം കൊടുക്കുന്നില്ലല്ലോ. ഏതെങ്കിലും വീഡിയോ റീൽസ് എടുക്കാനെല്ലാം എടുത്തിട്ട് പിന്നെ അമ്മ കൊടുക്കാം. സാരിയാ? ഒരു സാരി. പിന്നെ ചുരിദാറ്, ചുമക്കുന്ന പിന്നെ ചുരിദാറ് റെഡിമെയ്ഡ് ടോപ്പും പാന്റും ഷാളും വരുന്നേ. ഇതാ ഇത് ഈ ഒരു ടോപ്പ്, ഇങ്ങനൊരു ടോപ്പ് വരും. ഇത് ഷാള്, നല്ല കളറല്ല, പാന്റ് ബ്ലൂവും വൈറ്റും കൂടെ. ഇത് എനക്കാണ്. അതുപോലെ ഇത് തക്കുടൂന് പച്ച. പച്ചയിൽ ഇങ്ങനെ മുന്നിൽ പ്രിന്റ് വരുന്ന. ഇത് സെയിം പാന്റ്. ഇത് അല്ല, ഇത് പാന്റ് വൈറ്റ് ഷാൾ, കോട്ടൺ. നല്ല കോട്ടൺ സ്കൂളാവും ഇത് ഇടാൻ വേണ്ടിട്ട്. ഇതൊരു ടോപ്പ്. ഇതൊരു ടോപ്പ് അമ്മ വെറുതെ കണ്ടപ്പം മഞ്ഞ, നല്ല മഞ്ഞ കണ്ടിട്ട് അങ്ങനെ എടുത്തതാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അപ്പൊ ഇത് തക്കടൂന് ഭാഗമായിരിക്കും. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ടോപ്പ്. പിന്നെ ഇച്ചു വാവക്കുള്ളതാണ് ഇത്. ഷർട്ട് കാണുന്നില്ല. അയ്യോ നല്ല ചടപട വീണ് വന്നിട്ട് നല്ല രസമുണ്ട്. ഇച്ചുവിന് നല്ലൊരു 2 പോക്കറ്റെല്ലാം ഉണ്ട് ഇതിന്. ഇച്ചുട്ടാ കണ്ടാ? ആ വാവക്കാന്ന് അച്ചക്കുണ്ടിപ്പാ. ഓ അത് കാണിച്ചു തരാം. ഇതാണ് ഇച്ചുവിന്റെ ഒരു ഉടുപ്പ് വരുന്നത്. പിന്നെ ഇച്ചുവിന് ഒരു ഉടുപ്പും കൂടി ഉണ്ട് ഇച്ചുട്ടാ. ഇതാ നല്ല ഫ്ലവറിന്റെ പ്രിന്റ്. ഇച്ചുവിന് ചുമയുണ്ടേ, നമ്മള് ഹോമിയോയിൽ കാണിച്ചിട്ട് വന്നേ ഉള്ളൂ. ഒരു ബെൽറ്റല്ലുള്ള എന്താ ഈ ഒരു ഉടുപ്പും കൂടി ഉണ്ട്.
ഇത് രണ്ടും ഇച്ചു വാവക്ക്. പിന്നെ ഇത് അച്ഛന് ഒരു ഷർട്ട് പീസ്. ടീഷർട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ നമുക്ക് സൈസ് അങ്ങനെ കറക്റ്റ് ഇവർക്ക് മൂന്നാൾക്ക് കൊടുക്കാൻ അറിയാത്തതുകൊണ്ട് അമ്മ എടുത്തിട്ടില്ല അല്ലേ മാം? കൺഫ്യൂഷൻ എക്സല് എല് മീഡിയം അങ്ങനെ പറയുമ്പോ നമുക്ക് എപ്പോ നമുക്ക് ടോപ്പ് എടുക്കുമ്പോഴേ കൺഫ്യൂഷൻ ആണ്, അതുകൊണ്ട് എടുത്തിട്ടില്ല. അമ്മ അതുകൊണ്ട് ഷർട്ട് പീസ് എടുത്ത്. ഇത് അച്ഛനാണ്, ചെക്കുള്ളതല്ല അച്ഛൻ മിക്കവാറും ഉള്ളത്. പിന്നെ 2 എണ്ണം ഇങ്ങനെ പ്രിന്റ് വരുന്ന എടുത്തു, ഒന്ന് ഏട്ടനും ഒന്ന് അർജുനും, 2 എണ്ണം ഇങ്ങനെ എടുത്തു. അപ്പൊ അതിലമ്മ ഡ്രസ് ബോംബെ പർച്ചേസിംഗ് ഇതെല്ലാം ഡ്രസ്സ്. പിന്നെ കുറച്ച് സ്വീറ്റ്സ്, അത് ചുറ്റുപാടും നമുക്ക് ഇവിടെ ഉള്ളവർക്കെല്ലാം കൊടുക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്വീറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. അതിലമ്മ ഇത്രയാണ് നമ്മുടെ ബോംബെ പർച്ചേസിംഗ്. പിന്നെ ലഗേജ് ഒരുപാടാവുന്നുണ്ട്, വേറെ ഒന്നും മേടിച്ചില്ല. ലഗേജ് പിന്നെ നമ്മൾ ട്രെയിനിൽ വരുന്നതാണെങ്കിലും അത് എല്ലാം എടുത്തു വെക്കലും എടുക്കലും എല്ലാം ബുദ്ധിമുട്ടല്ലേ. ഒരു ബാഗ് കൊണ്ടുപോയാ അമ്മ 3 ബാഗ് വാങ്ങിച്ച് തിരിച്ചു വന്നു. സാരി എല്ലാം നല്ലുണ്ട്. ഇത് ഈ കളർ നല്ലുണ്ട്, ഈ പച്ച കളറ് നല്ല വെയിറ്റ് കിട്ടും. ഇത് പേപ്പർ ഉണ്ട്, എന്നാലും കുറച്ച് നല്ല വെയിറ്റ്. ഇത് നല്ല രസമുണ്ട്, നല്ല കുളിർമയുള്ള ഒരു പച്ച, നല്ല കണ്ണിന് കുളിർമയുള്ള ഒരു പച്ച കളറാണ് ഇത്. തത്തപ്പച്ച ഇച്ചുവിന്റെ ഇത്. നേരത്തെ ഇങ്ങനെ വണ്ണാമ്പല പോലത്തെ ഒരു സാരിയാണ്, പക്ഷെ രസമുണ്ട് കാണാൻ. ലൈറ്റ് കളർ ഷെയ്ഡ് ഉടുക്കാനും പറ്റും. അത് ഉടുത്താൻ നല്ല ഭംഗിയാവനെ. ഇതിനൊക്കെ എല്ലാവരും ഉടുക്കുന്നുണ്ടല്ലോ നല്ല വൃത്തിക്ക്. ഈ സാരി പുറത്തും കൊടുക്കാൻ പറ്റും, നല്ല ഭംഗിയാണ്. ബ്ലൗസ് കുറച്ച് ഇറക്കി അടിച്ചാ മതി, ഇങ്ങനെ ബാക്ക് ഓപ്പൺ ആക്കിട്ടേ. അപ്പം ബ്ലൗസ് ഇങ്ങനെ വരുമ്പോ കട്ടിക്കുള്ള പാവാടയിൽ ഇട്ടാല് കുഴപ്പമില്ല. നമ്മളെ ഇതെല്ലാം ഉടുക്കുന്ന തന്നെ എല്ലാവരും. ഓർഗാൻസ രസമുണ്ട്. എന്റെ ആ ഇത് കണ്ടിട്ട് ഞാൻ പഠിച്ചത്. ഇതിന്റെ ബ്ലൗസ് പീസ് അത് ആ ബ്ലൗസ് തന്നെ അടിക്കണം നമ്മളെ. സെയിം ബ്ലൗസ് അടിച്ചാലേ നല്ല ഉണ്ടാവും, രസം ഉണ്ടാവുമല്ലോ. മറ്റേ സാരി പിന്നെ ഇതാ ഈ ഓറഞ്ച്, നല്ല വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഓറഞ്ച്, തീന്റെ എല്ലാം പോലത്തെ കട്ടി ഓറഞ്ച് എന്ന് പറയില്ലേ നമ്മള്, പച്ച ബ്ലൗസ് അങ്ങനത്തെ ഒരു ഓറഞ്ച്. പച്ച അങ്ങനെ ആ പ്രിന്റ് വരുന്ന ബ്ലൗസാണ് ഇതിന്. പ്ലെയിൻ പച്ചയല്ലേ ഇത്? കണ്ടോ ചിത്രത്തെ കണ്ട. ഇതാണ് ഇതിന്റെ ബ്ലൗസ് പീസ്. രസമുണ്ട്. നമ്മ തക്കുടുവിനെന്ന് പറഞ്ഞിട്ട് എടുത്തതാ, കളർ ഓക്ക് മാച്ച് ആകുന്ന പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞിട്ട് എടുത്തതാണ്. ഇത് അമ്മേന്റെ എപ്പോഴും ഉള്ള ഓൾ ടൈം ഫേവറേറ്റ് പിങ്ക്. ഇടുമ്പോ ഇതെല്ലാം ഒതുങ്ങി നിൽക്കുന്ന സാരിയാണ്, അതുകൊണ്ട് നല്ല ഉണ്ടാവും. ടോപ്പും എല്ലാം നല്ലുണ്ട്. ഇനി റീൽസിലും എവിടെയെങ്കിലും പോകുമ്പോ എല്ലാം ടോപ്പെല്ലാം ഇട്ടിച്ച് നമുക്ക് കാണാം. നിച്ചൂട്ടിന്റെ ഉടുപ്പെല്ലാം ഇനി ഇട്ടിച്ച് കാണാം അല്ലെ? രസമുണ്ട്. ഇത്രയെല്ലാമാണ് അമ്മേന്റെ ബോംബെ പർച്ചേസിംഗിൽ അമ്മ വന്ന വിശേഷങ്ങളും എല്ലാം. കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. നമ്മൾ രാവിലെ കുറച്ച് റെസ്റ്റ് ആയി, പിന്നെ അമ്മേന്റെ ഫ്രണ്ട് വന്നില്ലേ, അതുകൊണ്ട് പിന്നെ ബാക്കി വിശേഷം ഒന്നും എടുത്തിട്ടില്ല. ബാക്കി ബോംബെ യാത്രേന്റെ വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാലോ മാം, ഷെയർ ചെയ്യാ അല്ലിച്ച്. ഗോംബേക്കാരി വന്നില്ലേ? ഇച്ചുട്ടി എപ്പോഴും വിളിച്ചിട്ട് ചോദിക്കും ഗോംബേക്കാരി എപ്പാ വരുന്ന, ഗോംബേക്കാരി ആയല്ല അല്ലെ ചുട്ടു. മൊത്തത്തില് യാത്ര പോയിട്ട് ഹാപ്പി അല്ലേ അമ്മേ? അടിച്ചു പൊളിച്ചില്ലേ? എല്ലാ സ്ഥലവും എല്ലാം കണ്ടില്ലേ? ഏട്ടനെ മക്കളെല്ലാം കുറച്ച് മിസ് ചെയ്തെന്ന് അതൊക്കെ വല്ലാത്തൊരു പ്രയാസം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു വിഷമം തോന്നി. പക്ഷെ ഫസ്റ്റ് വീക്ക് പോവാൻ നമുക്ക് കുറച്ച് സമയം എടുത്തിനെ, പക്ഷെ സെക്കൻഡ് വീക്ക് പെട്ടെന്ന് പോയിന്. എന്ന് വെച്ചാൽ ഇനിയിപ്പോ ഒരാഴ്ചയിലുള്ളൂ എന്നുള്ള അർത്ഥത്തില്. പിന്നെ അമ്മയും അങ്ങോട്ട് മാറി വസയിലേക്ക് പോയി, അങ്ങനെ ട്രാവലിംഗ് ആയതുകൊണ്ട് അമ്മക്കും പെട്ടെന്ന് പോയിനല്ല. അതുകൊണ്ട് സെക്കൻഡ് വീക്ക് കുറച്ച് വേഗം പോയിനി. 15 ദിവസം അങ്ങനെ സത്യം പറഞ്ഞാൽ ഓടിപ്പോയി. അത്ര വേഗാന്നല്ലേ? ഒന്ന് വെച്ചിട്ടി കൈ പിടിച്ച് വലിക്കുന്നത്. അപ്പൊ അത്രയില്ല നമ്മുടെ ഇന്നത്തെ വിശേഷം. ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ബോംബെ പെട്ടി പൊട്ടിക്കുന്ന പോലെ അല്ല, എന്നാലും ദുബായ് പെട്ടി പൊട്ടിക്കുന്ന പോലെ ജസ്റ്റ് ബോംബെ ഷോപ്പിംഗ് എല്ലാം ഒന്ന് ഷെയർ ചെയ്തതാണ്. അപ്പൊ അടുത്ത വീഡിയോയില് അമ്മേന്റെ ബോംബെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ. ചിരിക്കല്ലേ?